നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അങ്ങനെ ഇന്ന് ജിൻഡപ്പന്റെയും നമ്മുടെ നന്ദനയുടെയും വീട്ടിൽ വന്ന് സന്തോഷപൂർവ്വം അവരുമായിട്ടൊക്കെ ഇടപഴകി അവരുമായിട്ടൊക്കെ കളിച്ച് ചിരിച്ച് എന്ത് ചെയ്തു തിരിച്ചു പോയിട്ട്. അതിനകത്ത് ജിൻഡപ്പന്റെ അച്ഛൻ അങ്ങനെ ഈ പറയുന്ന മറ്റൊരു താരമായിരുന്നു ജിൻഡപ്പന്റെ അച്ഛൻ എന്ന് പറയാം. കാരണം അടിപൊളി പാട്ടുകൾ, പാടിയതിനൊക്കെ നല്ല രാഗം ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ പിന്നീട് നാണക്കേടോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒന്നുമില്ലാതെ വളരെ കൃത്യമായിട്ട് അവരെ കൂടെ ഇരുന്നു കൊണ്ട് ആ സൂപ്പർ 2 പാട്ടുകൾ പിന്നീട് ഓടേണ്ട എന്ന് തുടങ്ങി പാട്ടാണ്. 1-2 പാട്ടുകൾ പാടി സൂപ്പറായിരുന്നു കേട്ടോ. എന്നാൽ ജിൻഡപ്പന്റെ അപ്പൻ എനിക്ക് ഇഷ്ടം പിടിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് തുടക്കം കാണിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന ആരാണ് നമ്മുടെ നന്ദനയുടെ കാലെന്തോ വയ്യ. ഇങ്ങനെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കേസാണ്. നന്ദനയുടെ കാല് വയ്യ, ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഈ പറഞ്ഞ ക്യാമറയിലോട്ട് നോക്കിയിട്ട് പറയുന്നു, നന്ദനയുടെ കാല് വയ്യ, പിന്നീട് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകണം, ആ സുന്ദരൻ ഡോക്ടറെ കാണണം എന്ന് പറയുന്ന ജാസ്മിൻ. ഡോക്ടറെങ്കിലും വെറുതെ വിട്, അവിടെ വരെ ഞാനത് നിങ്ങൾ വിളിക്കും വീണ്ടും ഇതാക്കണം, വീണ്ടും ഡിഗ്രേഡ് ചെയ്യുന്നു. പക്ഷെ അത് ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്യും. സുന്ദരൻ ഡോക്ടറെ, അപ്പൊ എവിടെ ഡോക്ടറെ വരെ സുന്ദരനാണെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ജാസുമ്മ. അപ്പൊ പോട്ട്. അപ്പോ ഇങ്ങനെ പിന്നെ വേറെ ഒന്നുമില്ല, ഈ പറയുന്ന ജിൻഡപ്പന്റെ അമ്മ പറഞ്ഞു കൊടുത്ത ഒരു കേസ്, അല്ലെ അച്ഛൻ പറഞ്ഞു കൊടുത്ത കേസ് സ്മോക്കിംഗ് നിർത്തണം എന്നുള്ളതാണ്. സ്മോക്കിംഗ് നിർത്തണം, ഇനി വിട്ട് നിർത്താമെന്ന് വാക്ക് കൊടുത്തു ആരോ വീഡിയോ ഇടുന്നത് ഞാൻ ഇത് ലൈവിൽ കണ്ടില്ല. ഇനി മുതൽ സ്മോക്കിംഗ് നിർത്താമെന്ന് പിന്നെ ജിൻഡപ്പൻ വാക്ക് കൊടുത്തില്ല. അങ്ങനെ ഒരു വാക്ക് കൊടുത്തെങ്കിൽ ജിൻഡപ്പൻ അത് പാലിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സംബന്ധം ഒറ്റയ്ക്ക് നിന്ന് കളിക്കണമെന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന നന്ദനയുടെ അമ്മയും സഹോദരനും വളരെ എല്ലാവരുമായിട്ട് വളരെ മിങ്കിളായിരുന്നു. ആരെക്കുറിച്ചും കുറ്റങ്ങളോ കുറവുകളോ ഒന്നും പറഞ്ഞത് ഈ പറയുന്ന നന്ദന എന്താണ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, നീ ഇതുപോലെ തന്നെ കളിച്ചു പോയാൽ മതി. എല്ലാവരുടെ അടുത്തും വളരെ സ്നേഹത്തോടെയാണ് ഈ നന്ദനയുടെ അമ്മയും ജിൻഡയുടെ അമ്മയും പിന്നീട് ഇടപഴകിയതും അവരുമായിട്ട് എന്ത് വളരെ മിങ്കിളായിട്ടാണ് അവർ നിന്നത്. അതിനുശേഷം എല്ലാവരും സന്തോഷത്തോടുകൂടി തിരിച്ചുപോയി നീ കപ്പടിക്കണം, നീ ഇതുപോലെ തന്നെ കളിച്ചാൽ മതി എന്നൊക്കെ ജിൻഡോയ്ക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് കപ്പടിക്കണം എന്നൊക്കെ ജിൻഡോ അവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഈ ടാസ്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് തലത്തിൽ നിന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. ടാസ്ക് എന്ന് പറഞ്ഞാൽ പില്ലോ ടാസ്കിനെ കുറിച്ചാണ് പറയുന്നത്. ചിലർ പറയുന്നുണ്ട് എന്താണ് പിന്നീട് നമ്മുടെ ജിൻഡപ്പന്റെ ബുദ്ധിയാണ്, അത് ഗെയിമാണ്, ജിൻഡപ്പൻ ഒരു ഗെയിം ചേഞ്ചറായി എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് നിങ്ങൾ മറ്റവരുടെ വീഡിയോ പോയി കാണുക, എനിക്ക് ഒരുത്തന്റെയും അല്ലെങ്കിൽ ഒരുത്തിയുടെയും വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്ന അഭിപ്രായം എന്റെ മാത്രം അഭിപ്രായമാണ്, എനിക്ക് തോന്നിയ അഭിപ്രായമാണ്, ഞാൻ ആരുടെ വീഡിയോ കണ്ടിട്ടല്ല ഞാൻ ഇടുന്നത്. കേസിൽ ഇവിടെ ചിലവർ പറയുന്നുണ്ട് ഇത് ജിൻഡപ്പന്റെ ഗെയിമാണ്, ഇത് ഗെയിം ചേഞ്ച് ആണ്. അതെങ്ങനെയാവും എനിക്ക് മനസ്സിലല്ല. ജിൻഡപ്പനാണ് ആദ്യം പോയിട്ട് എന്ത് ചെയ്യുന്നത്, ഇത് റിജക്ട് ചെയ്യുന്നത്. ജിൻഡപ്പൻ അവസാനമാണ് ഇത് ചെയ്തിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ വന്ന് ഇങ്ങനെ ചെയ്തതിന് ശേഷം ആണ് ഇത് ചെയ്തിരുന്നുവെങ്കിൽ ജിൻഡപ്പന്റെ ബുദ്ധി എന്ന് പറയാം. ജിൻഡപ്പൻ ഇവിടെ ബുദ്ധിയും തേങ്ങയില്ല, ജിൻഡപ്പൻ ഉപയോഗിച്ച കുരുട്ട് ബുദ്ധിയാണ്, മറ്റൊന്നുമല്ല. ഈ സിജോയുടെ ടീമിന് പോയിന്റ് കിട്ടരുത്, തന്നേക്കാൾ 1 പോയിന്റ് കൂടി നിൽക്കുന്ന സിജോയുടെ ടീമിന് പോയിന്റ് കിട്ടുന്നത് അവരിലാണല്ലോ ഏറ്റവും കൂടുതൽ തലയിടുള്ളത്. അപ്പൊ ഞാൻ പോയിന്റ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവന് പോയിന്റ് കുറയും എന്നുള്ള ബുദ്ധിയാണ് അവിടെ പ്രയോഗിച്ചത് ജിൻഡപ്പൻ, വേറെ ഒന്നുമല്ല. അതിനെ കുരുട്ട് ബുദ്ധി എന്ന് പറയും. പക്ഷെ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ടീം ജയിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള അനീതികൾ പ്രവർത്തിക്കാൻ പാടില്ല. കള്ളത്തരത്തിലൂടെ അല്ല ജയിക്കാനുള്ളത്, മനസ്സിലായോ? ഇവിടെ ചിലയിടത്തൊക്കെ ചില ജെന്യൂനിറ്റി വേണം. അവർ 9 പില്ലോ വരെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒന്ന് ആ പില്ലോയില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഞാനിപ്പോ ടാസ്ക് വായിച്ചത് കൃത്യമായിട്ട് പറഞ്ഞ എന്താണ്, തലയണ എല്ലാം ഒരേ അളവിൽ നിറയ്ക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഒരേ അളവിൽ നിറയ്ക്കണം. നമ്മൾ മാർക്കറ്റിൽ പോയി ഒരു തലയണ വാങ്ങുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പലതരത്തിലുള്ള തലയണകൾ നമുക്ക് കിട്ടും. പിന്നെ ഈ പഞ്ഞി കൂടിയുള്ള കിട്ടും, കൊച്ചു കുട്ടികൾക്ക് വെക്കാനുള്ള കിട്ടും, ചിലപ്പോൾ തലയിൽ ഇങ്ങനെ മാത്രം വെക്കാനുള്ള കിട്ടും, കാറിന്റെ സീറ്റിന്റെ ബാക്കിൽ വെക്കാൻ, അങ്ങനെ പലതരത്തിലുള്ള തലയണകളുണ്ട് തന്നല്ലോ. എല്ലാത്തിനും തലയണ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതില് അവർ പറയുന്നത് നമ്മൾ ഒരിടത്ത് ഒരു മോഡൽ കൊണ്ട് കൊടുക്കും. നമ്മളൊരു തലയണ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു കമ്പനിക്ക് കൊണ്ടുപോയി ആരെങ്കിലും വിൽക്കാൻ പോകുമ്പോൾ നമ്മളൊരു മോഡലാണ്, ഇത്രയുള്ള ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു മോഡൽ. അത് നമ്മൾ ആ മോഡൽ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര തലയണയിൽ പഞ്ഞി കുറച്ചാലും, പഞ്ഞി കുറവാണെങ്കിൽ അതേ രീതിയിൽ തന്നെ ആയിരിക്കണം എല്ലാം അതേ രീതിയിൽ തന്നെ ആയിരിക്കണം. അപ്പൊ അത് അങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ. അല്ലാതെ ചെന്നിട്ട് 2-3 തലയണ എടുത്ത് മുമ്പേ ഒരു മുൻവിധിയോടെ ചെന്നിട്ട് 2-3 തലയണ എടുത്ത് പരിശോധിച്ചിട്ട് ഇത് മൊത്തം റിജക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം ആവത്തില്ല.
ഇതെന്ന് പറഞ്ഞാൽ ഒരിക്കലും മാസാവത്തില്ല. ഇതൊക്കെയാണ് പറയുന്നത്, ഇതൊക്കെയാണ് ഒരു പ്ലെയറിനെ ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെയൊക്കെയാണ്. ഇതുപോലുള്ള മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് നേടുന്നതൊന്നും ഒരു കാലത്തും നിലനിൽക്കില്ല ജിൻഡോ, ഒരു കാലത്തും നിലനിൽക്കില്ല. മനസ്സിലായോ? നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ടീമിൽ മൂന്ന് തലയണ, 3 എണ്ണം അഭിഷേക് അവിടെ പറയുന്നുണ്ട്, എനിക്ക് ഒരു തലയണയെങ്കിലും അവർക്ക് അപ്രൂവൽ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മാതിരി പിന്നീട് എല്ലാം സ്റ്റിച്ച് പോലും ക്ലിയർ ആയിട്ട് ചെയ്യാതെ എല്ലാം പുറത്തായി കിടക്കുന്ന രീതിയിൽ ഏറ്റവും വൃത്തികേടായിട്ടുണ്ടാക്കി ജിൻഡപ്പന്റെ ടീമിലുള്ള അവരാണ്. നന്ദന ഉൾപ്പെടുന്ന ടീമാണ് ഏറ്റവും വൃത്തികേടായിട്ട് ഒരു ഇതുമില്ലാതെ ചെയ്തത്. അതുപോലെ അവിടെയുള്ളവരെല്ലാവരും ഒരുമയോട് പറയുന്ന മറ്റൊരു കേസുണ്ട്. ഈ പറയുന്ന സിജയുടെ, അപ്സര അടങ്ങുന്ന സിജയുടെ ഗ്രൂപ്പിലുള്ളവർ തച്ചത് അവർ പിന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ടുമാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചത് എന്നുള്ളതാണ്. ജിൻഡപ്പൻ ഇവിടെ പറയുന്നത് പിന്നെ കിടന്ന് കഴിഞ്ഞാൽ തറയെ മുട്ടിയോ, അവിടെ അതല്ല നോക്കാനുള്ളത്. അത് ജിൻഡപ്പൻ മനഃപൂർവ്വം എന്ത് ചെയ്തത്, മനഃപൂർവ്വം അവരെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്ത, അതായത് ബുദ്ധിയും കാര്യങ്ങളൊന്നും അല്ല. അവിടെ ഗെയിം ചേഞ്ച് ആർക്ക് ചെയ്യാമായിരുന്നു. ഇപ്പൊ ജിൻഡപ്പൻ ഇങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുത്തു, അത് മറ്റൊന്നും കൊണ്ടല്ല, അവര് തോക്കണം, എനിക്ക് എന്നെക്കാളും കൂടുതൽ എന്തെങ്കിലും ഇത്രയും തലയണ കണ്ടപ്പോൾ തന്നെ ജിൻഡപ്പന്റെ ബുദ്ധിയിൽ വന്ന് ഇവനെ തോൽപ്പിച്ചു വിടണം എന്നുള്ളതാണ്. ഇത് ഒരു തരത്തിൽപ്പെട്ട ഗെയിം എന്ന് പറയുന്നത് അവനെയൊക്കെ ചതിച്ച് തോൽപ്പിച്ചുകൊണ്ടുള്ള ഗെയിം. ഒരാളെ ചതിച്ചുകൊണ്ട് കളിച്ച് ജയിക്കണം, മനസ്സിലായോ? കളിച്ച് ജയിക്കുക. നിങ്ങളെ കൊണ്ട് നിവൃത്തിയില്ലെങ്കിൽ അത് ചെയ്യരുത്. നിങ്ങൾ ജിന്നപ്പനെ ഞാൻ സമ്മതിക്കുന്നു, ഒരു തലയണയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു തലയണയെങ്കിലും ഈ പറഞ്ഞതുപോലെ എന്താണ് അതിനെ പിന്നീട് സെലക്ട് ചെയ്ത് ഞാൻ സമ്മതിച്ചില്ലേ. ഇത് 2-3 തലയണ പിന്നീട് ചെക്ക് ചെയ്തിട്ട് ഉടനെ തന്നെ മൊത്തത്തിൽ ഇത് മൊത്തം റിജക്റ്റഡ് ആണ് എന്ന് പറഞ്ഞു. ജിൻഡപ്പന്റെ ഫാമിലി ഇപ്പം ഈ തിരിച്ച് ഈ പറയുന്ന ജിൻഡപ്പന് വേണ്ടി കിടന്ന് മുറവിളി കൂട്ടുന്നവര് ജിൻഡപ്പനാണ് ഇതുപോലെ കുറെ 9 തലയണ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഷിജ വന്ന് ഇങ്ങനെ പറഞ്ഞു. ഷിജ മറ്റാരെങ്കിലോ അത് വേറെ ആരോ ആയിക്കോട്ട് വന്ന് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഇവിടെ കിടന്ന് കോലാഹലം ഉണ്ടാക്കുന്നത്, ഇവിടെ കിടന്ന് കത്തിക്കുമായിരുന്നല്ലോ, എന്ത് ചെയ്തില്ലേ? അതൊന്നും ചെയ്തില്ല. പിന്നെ എല്ലാവരും വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് സോപ്പിന്റെ മറ്റേ സോപ്പ് ടാസ്കിൽ അതെന്താണ് ചെയ്തത്. അവരെല്ലാം തപ്പി നോക്കിയില്ലേ, ഇവിടെ മറ്റേ ജട്ടിക്കകത്ത് നിങ്ങൾ കണ്ടോ, ജട്ടിക്കകത്ത് കണ്ടില്ലല്ലോ. അവരിങ്ങനെ തേച്ചും അത് വലിയൊരു ഇതാണ്. നമ്മൾ തേച്ചുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞ് വീണ സൈഡിലോട്ട് ഇതിപ്പോ അവര് പറയുന്നതേ ഉള്ളൂ. ജാസ്മിനും അവരൊക്കെ പറയുന്നത് ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, അവിടെ ഈ വെള്ളം പോകുന്ന സ്ഥലത്ത് അടഞ്ഞിരുന്നു, അത് ഇവർ കണ്ടുപിടിക്കണമായിരുന്നു. മനസ്സിലല്ല, അവരെല്ലാരും അവരെ തപ്പി നോക്കി. ഇനി ജട്ടിക്കകത്ത് ഒലിച്ചു വെച്ച് നോക്കുന്നൊരു ന്യായം. ഇത് വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നത് 9 തലയാണ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നീ എല്ലാം ചെയ്യണ്ട, നീ ഒന്ന് ചെക്കെങ്കിലും ചെക്ക് ചെയ്തിട്ടില്ലേ ചെയ്യും. അപ്പൊ അത് ജിൻഡപ്പന്റെ ഭാഗത്തു നിന്ന് വന്ന വളരെ വലിയ ഒരു തെറ്റ് തന്നെയാണ്. അതൊരു തെണ്ടിത്തനം എന്നേ ഞാൻ പറയുള്ളൂ. യാവരായാലും ശരി തന്നെ തെണ്ടിത്തനം ചെയ്ത തെണ്ടിത്തനം എന്ന് തന്നെ പറയും, മനസ്സിലായോ? അല്ലാതെ ഇവനെ എപ്പോഴും എടുത്ത് പൊക്കേണ്ട ആവശ്യം എനിക്കൊന്നുമില്ല. അവൻ കള്ളത്തരം കാണിച്ചാൽ കള്ളത്തരം പണ്ടേ പറഞ്ഞില്ല. വാക്കടുത്ത കള്ളത്തിനോട് പറഞ്ഞാൽ പണ്ടേ പറഞ്ഞില്ല. ഇപ്പോഴും എനിക്ക് അതിൽ മാറ്റത്തൊന്നുമില്ല. കള്ളം പറയുന്നവരെന്ന് എനിക്ക് നോർമലി ഇഷ്ടമല്ല, ജീവിതത്തിലും ഇഷ്ടമല്ല. അതിപ്പോൾ ഗെയിം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, കള്ളം പറഞ്ഞ് ചതിച്ചും ജയിക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ തന്നെയാണ് എന്റെ നിലപാട് തന്നെയാണ്, എനിക്കിഷ്ടമല്ല. പിന്നെ ഈ അതിന്റെ കൂടുതൽ നല്ലത് ചെയ്ത് ഞാൻ നല്ലതെന്ന് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ. ജിൻഡ ചെയ്യണം നല്ലത് പറഞ്ഞാൽ നല്ലത് തന്നെ പറയും. അവൻ ചെയ്യണ എല്ലാ വൃത്തികളിലും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടത്തില്ല, മനസ്സിലായത്? എല്ലാത്തിനും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടത്തില്ല എന്നത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ വേണമെങ്കിൽ സീതുവിന് വന്ന് വേണമെങ്കിൽ ഒരു ഗെയിം, സീതു ആണ് അവിടെ വന്ന് അവരെ മൊത്തം റിജക്ട് ചെയ്തിരുന്നു എങ്കിൽ അതൊരു ഗെയിം, അത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കളിച്ചു എന്ന് നമുക്ക് പറയാറ്. ഇവിടെ അങ്ങനല്ല. ജിൻഡപ്പനാണ് ആദ്യം വന്ന് ഇത് ചെയ്തത്. ജിൻഡപ്പൻ രണ്ടാമത് അല്ലെ ഒരാൾ വന്ന് ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് ജിൻഡോ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരുന്നെങ്കിൽ ജിൻഡോയുടെ ബുദ്ധിയായിരുന്നു, അത് നല്ല ക്ലെവർ ആയിട്ടുള്ള കളിയായിരുന്നു എന്ന് നമുക്ക് പറയും. ഇത് അങ്ങനെ തുടക്കമേ വന്ന് 9 തലയാണെങ്കിലും റിജക്ട് ചെയ്യുന്നത് അത് ബുദ്ധിയല്ല, അത് കുരുട്ട് ബുദ്ധിയാണ്. അതാണ് ചതി എന്ന് പറയുന്നത്, ചതിച്ചുകൊണ്ട് നേടുക എന്നുള്ളതാണ്, മനസ്സിലായത്? ഇവിടെ ഗെയിമാണ്, ഭയങ്കര ഗെയിം പ്ലാനാണ്, ഈ പറഞ്ഞ ഭയങ്കര ഗെയിം ചേഞ്ചറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെയാണ് കുരുട്ട് ബുദ്ധി, ചതി, വഞ്ചന എന്നൊക്കെ പറയുന്നത് അതിനെ തന്നെയാണ്, മനസ്സിലായത്? അപ്പൊ അതിനെനിക്ക് ഒരിക്കലും ജിൻഡപ്പനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ന്യായം ആരുടെ ഭാഗത്തായിരുന്നു? ഈ പറയുന്ന സിജോയുടെ ടീമിന്റെ ഭാഗത്ത് അവരാണ് ഇത് ജയിക്കേണ്ടത്. അവസാനം എന്ത് ചെയ്തു? അവസാനം പവർ ടീമിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ് ആയി. പീപ്പിൾ ടീമിന് ഏറ്റവും കൂടുതൽ പോയിന്റ് ആയി. ജിൻഡപ്പന് പോലും ഒരു പോയിന്റും കിട്ടാതെ വീട്ടിൽ 4ാം സ്ഥാനത്ത് ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിൻഡപ്പന്റെ ടീം ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മനസ്സിലായോ? ഇപ്പൊ എന്ത് ചെയ്തു? പവർ ടീമും ഈ പറയുന്ന ടണൽ ടീമും എന്ത് ചെയ്തു? അവർക്ക് രണ്ടർക്കും പോയിന്റുകൾ കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും എനിക്കിത് പറയാനുള്ളൂ. ഇനി നാളത്തെ കേസും ഈ പറയുന്ന അപ്സരയും പിന്നെ ജാസ്മിനും തമ്മിലുള്ള അടിയിലെ കേസൊക്കെ പ്രമ വന്നില്ല. പ്രമ വന്നോണ്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ജാസ്മിൻ പുറത്തായിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.